ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചാലക്കുടിയിലുള്ള ഒരു ഹൈവേയുടെ അടുത്തുള്ള ബർഗർ സ്പേസിലേക്കാണ് കേട്ടോ. നല്ലൊരു ശാന്തമായ അന്തരീക്ഷത്തിലുള്ള ഒരു സ്പോട്ടാണിത്. നമുക്ക് എന്താ പറയുക, കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഏറ്റവും നല്ലൊരു സ്പോട്ടാണിത്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ബർഗർ സ്പേസ് മീൻസ് ബർഗർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടുള്ളത്. എൻ്റെ മോളൊപ്പമാണ് ഞാൻ വന്നത്. അവൾക്കിന്നൊരു ചെസ് ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം മമ്മ എന്തെങ്കിലും പുറമേ നിന്ന് വാങ്ങിച്ചതായോ എന്ന് പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് വന്നൊരു സ്പേസാണ് ഇത്. അപ്പോൾ അവൾ ബർഗറാണ് ഓർഡർ ചെയ്തത്. എന്നെ സംബന്ധിച്ച് ഈ പ്രാവശ്യം നോമ്പെടുത്തത് കാരണം ഞാൻ ഒരു ഫ്രഞ്ച് ഫ്രൈസ് മാത്രമാണ് എനിക്കിഷ്ടമുള്ളതുള്ളൂ കേട്ടോ. കാരണം ബർഗർ വെജിറ്റബിളൊന്നും എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രഞ്ച് ഫ്രൈസാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഒരു ടെൻഡർ കോക്കനട്ട് ഷേക്കും നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു. ഈ ടെൻഡർ കോക്കനട്ട് ഷേക്കിൽ മധുരമുള്ളത് കൊണ്ട് തന്നെ അതെനിക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷേ എന്താ പറയുക, ക്രേവിങ് വരുമ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ നോമ്പൊക്കെ മറക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ക്രേവിങ് വന്നൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കും കഴിക്കാനൊരാഗ്രഹം. അങ്ങനെ എന്നാൽ ഞാനും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ എന്നൊരു പറഞ്ഞ് അങ്ങനെ ഞാനും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ്. ടെൻഡറിൻ്റെയൊക്കെ നല്ലൊരു എന്താ ഫ്ലേവർ ഉണ്ടായിരുന്നു അതിനകത്ത്. അതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല അടിപൊളിയായിരുന്നു. വീണ്ടും വീണ്ടും കഴിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊരു ക്രേവിങ്ങിൻ്റെ പുറത്താണല്ലോ, നോമ്പല്ലേ. അതുകൊണ്ട് ഞാൻ ആ ഒരു സ്പൂൺ മാത്രമാണ് കഴിച്ചുള്ളൂ കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മുടെ ബർഗറും ഫ്രഞ്ച് ഫ്രൈസും വന്നു. അപ്പോൾ അതും നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പം ഞാൻ ബർഗർ ടേസ്റ്റ് ചെയ്തില്ല, കാരണം അതിനകത്ത് പാറ്റീസ് നോൺ വെജ് ആണല്ലോ. ഫ്രഞ്ച് ഫ്രൈസ് ജസ്റ്റ് ഒന്ന് കഴിച്ചു. പക്ഷേ ഫ്രഞ്ച് ഫ്രൈസിലെ ഒരു മസാല, എന്തോ ഒരു മസാല പൗഡർ അവരിട്ട കാരണം എനിക്കതിൻ്റെ കറക്റ്റ് ഫ്ലേവർ ഏതാണെന്ന് അറിയില്ല. അപ്പോൾ ആ ഫ്ലേവർ ഇട്ട കാരണം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും കുഴപ്പമില്ല, അതൊക്കെ തട്ടിക്കളഞ്ഞിട്ടാണ് ഞാൻ തിന്നത്. പിന്നെ ഈ ബർഗർ കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് ചെറിയ പിള്ളേരെ സംബന്ധിച്ചൊക്കെ അവളത് കഴിക്കാനുള്ള പാടുപാടാണ്. കാരണം എന്നിട്ട് പറയുക, ഒരു ബൈറ്റ് ഒറ്റ ഇതിൽ പിടിച്ചെടുക്കണം എന്നുള്ളത് ഒരാഗ്രഹമാണല്ലോ. എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. ലാസ്റ്റ് അങ്ങനെ തീർന്നു നമ്മുടെ ബർഗറും ഇതൊക്കെ കഴിച്ച്. അപ്പോൾ നമ്മൾ തിരിച്ചു പോന്നപ്പോൾ വഴിയിൽ നമ്മുടെ പാലക്കാടിൻ്റെ തനി പനനങ്ക് കണ്ടു. അപ്പം എന്നാൽ കുറച്ച് പനനങ്കും കൂടി വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പനനങ്കും വാങ്ങിച്ച് വീട്ടിൽ പോയി.